നമ്മുടെ ഭക്തി പ്രഭാഷണത്തിന് ശേഷം കലാപരിപാടികൾ തുടരുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. മഹാശിവരാത്രി നാളിൽ ഇത്തരത്തിലൊരു ഭക്തി പ്രഭാഷണത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. കാരണം എല്ലാവരും വന്നിരിക്കുന്നത് ഒരു പക്ഷേ നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ കലാപരിപാടികൾ കണ്ട് ആസ്വദിക്കാൻ വേണ്ടി ആയിരിക്കും 100%. അതിനിടയിൽ ഒരു ഭക്തി പ്രഭാഷണം എത്രമാത്രം നിങ്ങൾ സ്വീകരിക്കുമെന്നത് എനിക്ക് സംശയമുണ്ട്. എന്നിരുന്നാലും നിശ്ചയിച്ച പരിപാടിയാണെന്നുള്ളതുകൊണ്ട് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കേൾക്കുന്നുണ്ടല്ലോ കൃത്യമായിട്ടല്ലേ? ഞാൻ ഇങ്ങോട്ട് കിട്ടുന്നില്ല. തുടർന്നും ഇതിന് ശേഷം കുട്ടികളുടെ പരിപാടികളുള്ളതാണ്. കുട്ടികളൊക്കെ മേക്കപ്പ് ഇട്ട് അക്ഷമരായിട്ട് അവർ കഴിഞ്ഞ കുറേ കാലങ്ങളായി പഠിച്ച കലാപരിപാടികൾ നിങ്ങളുടെയൊക്കെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി അവരും കാത്തിരിക്കുന്നുണ്ടാവും. അത് കാണാൻ വേണ്ടി കുട്ടികളുടെ ബന്ധുക്കളടക്കം ദൂരസ്ഥലങ്ങളിൽ നിന്ന് വന്നു ചേർന്നിട്ടുണ്ടാവും. അതുകൊണ്ട് വളരെ ദീർഘമായി അധികം സംസാരിച്ചിട്ട് ഞാൻ ബോറടിപ്പിക്കില്ല. അതിനു മുമ്പ് നിർത്തിയേക്കാം. നമ്മുടെ നാട് ഭാരതം ലോകത്തിന് നൽകിയ വലിയ സംഭാവനയാണ് നമ്മുടെയൊക്കെ കുടുംബം അഥവാ കുടുംബസങ്കല്പം. മറ്റൊരിടത്തും കാണാൻ സാധിക്കാത്ത ഒരു പ്രത്യേകതയാണ് ഭാരതത്തിലെ കുടുംബസങ്കല്പത്തിന്. ഒരിക്കൽ ഫ്രാൻസിൽ നിന്നുള്ള സഞ്ചാരി സംഘം കേരളത്തിലെത്തിയത് കേരളത്തിലെ വന്യജീവികളെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയാണ്. വന്യജീവികളെ കുറിച്ച് പഠിക്കുവാൻ കേരളത്തിലെത്തിയ ഫ്രാൻസിലെ സഞ്ചാരി സംഘം ഏതാണ്ട് 2 ആഴ്ചക്കാലം തൃശ്ശൂർ ജില്ലയിലെ അതിരപ്പള്ളിയിലും ഉണ്ടായിരുന്നു. 2 ആഴ്ചക്കാലം അവർ അവിടുത്തെ ആദിവാസി ഊരുകളിലൊക്കെ താമസിച്ച്, ഫോറസ്റ്റിൻ്റെ പ്രത്യേക ടവറുകളിലൊക്കെ താമസിച്ച്, ചില വീടുകളിൽ താമസിച്ച് അവർ വന്യജീവികളെ കുറിച്ച് പഠിക്കുന്നതിനോടൊപ്പം തന്നെ അവർ നാടിൻ്റെ സംസ്കാരത്തെക്കുറിച്ച് പഠിച്ചു. അവർ തിരിച്ചു പോകുന്ന സമയത്ത് അവർക്ക് ആതിഥേയത്വം അരുളിയ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഓഫീസിലെ സന്ദർശന ഡയറിയിൽ അവർ കുറിച്ചത് ഇപ്രകാരമാണ്. അവർ പറഞ്ഞത്, ഞങ്ങൾ കണ്ടു
രാവേറെ ചെന്നിട്ടും തിരിച്ചു വരാത്ത മകനെയും കാത്ത് മണ്ണെണ്ണ വിളക്കിൻ്റെ അരണ്ട വെളിച്ചത്തിൽ കാത്തിരിക്കുന്ന ഒരു അമ്മയെ ഞങ്ങൾ കണ്ടു എന്നാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, ഞങ്ങൾ കണ്ടു രാവേറെ ചെന്നിട്ടും തിരിച്ചു വരാത്ത മകനെയും കാത്ത് മണ്ണെണ്ണ വിളക്കിൻ്റെ അരണ്ട വെളിച്ചത്തിൽ കാത്തിരിക്കുന്ന ഒരമ്മയെ ഞങ്ങൾ കണ്ടു എന്നാണ് ഫ്രാൻസിലെ സഞ്ചാരി സംഘം സന്ദർശക ഡയറിയിൽ എഴുതിയത്. അവർ എഴുതിയത് വന്യജീവികളുടെ വന്യമായ ക്രൗര്യങ്ങളെ സംബന്ധിച്ചല്ല. അവർ നാട്ടിൽ താമസിച്ചവർ തിരിച്ചറിഞ്ഞ ഈ നാടിൻ്റെ കുടുംബ സങ്കല്പത്തെക്കുറിച്ചാണ് അവർ പഠിച്ചതും എഴുതിയതും. ഒരിക്കൽ ഒരു പ്രമുഖനായ ഒരു സെലിബ്രിറ്റിയോട് ഒരാൾ ചോദിച്ചു, ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചു, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ യാത്ര ഏതാണ്? നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന യാത്ര ഒരു പക്ഷേ വലിയ ടൂറിസ്റ്റ് സങ്കേതങ്ങളിലേക്കായിരിക്കാം, തായ്ലൻഡിലേക്കായിരിക്കാം, മലേഷ്യയിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള നിരവധി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കായിരിക്കും നാം ഇഷ്ടപ്പെടുന്ന യാത്രകൾ കൂടുതലും. പക്ഷേ ആ പ്രമുഖനായ സെലിബ്രിറ്റി പറഞ്ഞത്, ഞാൻ ഇഷ്ടപ്പെടുന്ന യാത്ര എൻ്റെ വീട്ടിലേക്കുള്ള തിരിച്ചുള്ള യാത്രയാണ് എന്നാണ്. ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന യാത്ര ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലേക്കുള്ള യാത്രയാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എൻ്റെ യാത്ര എന്ന് പറഞ്ഞു. അതും കുടുംബത്തിൻ്റെ നൈസർഗികമായ സ്നേഹത്തെ തിരിച്ചറിഞ്ഞതുകൊണ്ട് മാത്രമാണ് അവർ പറയാൻ സാധിച്ചത്. അതുകൊണ്ട് നമ്മുടെ കുടുംബ സങ്കല്പം എന്ന് പറഞ്ഞാൽ അത് വിദേശിയുടെ ഒരു ഫാമിലി അല്ല. വിദേശികളുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ 10 വർഷം കഴിഞ്ഞാൽ ഒരു കുട്ടിയായി ഒരു 10-12 വർഷം കഴിഞ്ഞാൽ ആ അമ്മ ഒരു പക്ഷേ വേറെ വിവാഹം കഴിക്കും, ആ അച്ഛൻ ഒരു പക്ഷേ വേറെ വിവാഹം കഴിക്കും. മക്കൻ ഏതോ ഒരു ഒറ്റപ്പെട്ട തുരത്തിൽ അവനങ്ങനെ അവൻ്റെ സ്വന്തം പ്രയത്നമനുസരിച്ച് ജീവിച്ച് അവൻ മുന്നോട്ട് പോകും. ഇതാണ് വിദേശികളുടെ ഫാമിലി സങ്കല്പം. പക്ഷെ ഭാരതത്തിൻ്റെ ഫാമിലി സങ്കല്പം, കുടുംബ സങ്കല്പം എന്ന് പറഞ്ഞാൽ 65 വയസ്സ് കഴിഞ്ഞൊരു മകൻ ഒരുപക്ഷെ ഒരു 85-ലെത്തിയിരിക്കുന്ന അമ്മയെ കാണാൻ വരുന്ന സമയത്തും അമ്മ മകനെ ചേർത്ത് ആശ്ലേഷിച്ചു കൊണ്ട് പറഞ്ഞു, മകന് നീ വല്ലാതെ മെലിഞ്ഞു പോയല്ലോ എന്ന്. അല്ലേ? വല്ലാതെ മെലിഞ്ഞു. 65 വയസ്സുള്ള മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് 85 വയസ്സുള്ള അമ്മ പറയും, മകന് നീ വല്ലാതെ മെലിഞ്ഞു പോയല്ലോ എന്ന്. അത്രയും സ്നേഹത്തോടു കൂടിയുള്ള ഒരു കുടുംബസങ്കല്പമാണ് നമ്മുടെ നാട്ടിലെ കുടുംബസങ്കല്പം. ഈ കുടുംബസങ്കല്പമാണ് ഭാരതത്തെ അനാദിയായി കാലങ്ങളായി താങ്ങി നിർത്തിയത്. ഭാരതത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും, 9 മണി വരെയാണ് സമയം, 8:21 ഇപ്പോൾ സമയം. ഭാരതത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും, ഭാരതം 1000 വർഷക്കാലം അടിമത്വം പേറി ജീവിച്ച രാജ്യമാണ്. ഇത്രയും ദീർഘകാലത്തെ അടിമത്വം പേറി ജീവിച്ചിട്ടും ഭാരതം ഇന്നും ശക്തിശാലിയായി നിലനിൽക്കുന്നത് ഈ നാട്ടിലെ പവിത്രമായ കുടുംബസങ്കല്പത്തിൻ്റെ അടിത്തറയിലാണ്. കുടുംബസങ്കല്പത്തിൻ്റെ അടിത്തറയിൽ ഭാരതം നിലനിന്നത്. കോവിഡ് കാലഘട്ടത്തിലൊക്കെ മുഴുവൻ ലോക രാജ്യങ്ങളും തകർന്നു തരിപ്പണമായ സമയത്തും ഭാരതം പിടിച്ചു നിന്നത് ഈ കുടുംബസങ്കല്പത്തിലാണ്. ഈ കുടുംബസങ്കല്പത്തിന് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം കുറവ് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ നിശ്ചയിച്ച ഒരു പൊതുവിഷയത്തിന് അല്പം വ്യതിചലിച്ചുകൊണ്ട് ഇവിടെ സംസാരിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കണം. 9 മണിക്ക് നിർത്തണം എന്നുള്ളത് കൊണ്ട് ഞാൻ നിശ്ചയിച്ച വിഷയത്തിൽ അല്പം വ്യതിചലിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബസങ്കല്പങ്ങൾ എത്രമാത്രം ശക്തമായി മുന്നോട്ട് പോകുന്നു. ഭാരതത്തിൽ ഏറ്റവും ശ്ലാഘനീയമായി ഇന്നും നാം സൂക്ഷിക്കുന്ന ഒരു കുടുംബസങ്കല്പമാണ് ശിവകുടുംബം. ആ ശിവകുടുംബത്തെക്കുറിച്ച് പറയണമെന്നാണ് ധരിച്ചത്. പക്ഷേ സമയത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നിൽക്കണമെന്നുള്ളത് കൊണ്ട് നിങ്ങളുടെയൊക്കെ ക്ഷമയെ പരീക്ഷിക്കുവാൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ളത് കൊണ്ടും ഞാൻ ഇതിൽ നിന്ന് അല്പം വ്യതിചലിച്ചുകൊണ്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഭാരതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ കുടുംബസങ്കല്പമാണ് ശിവകുടുംബസങ്കല്പം. ഒരുപാട് പ്രത്യേകതകളുള്ള കുടുംബസങ്കല്പമാണ് ശിവകുടുംബത്തിലെ. അതിനെക്കുറിച്ച് പറയാൻ അല്പം സമയം കൂടുതൽ വേണമെന്നുള്ളത് കൊണ്ട് നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ കുടുംബസങ്കല്പത്തെക്കുറിച്ചും കുടുംബ വ്യവസ്ഥതയെക്കുറിച്ചും പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മുടെ നാടിൻ്റെ കുടുംബത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് എന്തിനാണെന്ന് കുറവുള്ളത്? നമുക്ക് എന്തിനെങ്കിലും കുറവുണ്ടോ? കാലങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന സ്നേഹവും നൈർമല്യവും ദയയും സഹാനുഭൂതിയും കരുണയുമൊക്കെ
ഇന്ന് ഉത്തരാധുനിക വർത്തമാന കാലഘട്ടത്തിൽ നാം സുഖസമ്പന്നതയുടെ ഉത്തുംഗ സോപാനത്തിൽ വിരാജിക്കുന്ന സമയത്ത് നമുക്ക് നിലനിർത്തുവാൻ സാധിക്കുന്നുണ്ടോ? നമുക്ക് പണത്തിന് കുറവുണ്ടോ? കുറവുള്ളവരുണ്ടായിരിക്കും പക്ഷേ എങ്കിലും കാലഘട്ടങ്ങൾക്ക് മുമ്പിലുള്ള ദാരിദ്ര്യം നാം ഇന്ന് അനുഭവിക്കുന്നുണ്ടോ? പണത്തിന് കുറവുണ്ടോ? എന്തിനാ നമുക്ക് കുറവ്? വിദ്യാഭ്യാസത്തിന് കുറവുണ്ടോ? നമ്മുടെ മക്കൾ ജനിച്ച് വീണ് കഴിഞ്ഞാൽ തന്നെ ആ മകൻ്റെ നെറ്റിൽ നാം ഒട്ടിച്ചു വെക്കുന്ന ആദ്യത്തെ സ്റ്റിക്കർ ഒരുപക്ഷെ ഡോക്ടർ അരുൺ ദേവ് എന്നായിരിക്കും, ജനിച്ചു വീഴുമ്പോൾ തന്നെ. അപ്പോൾ നമുക്ക് വിദ്യാഭ്യാസത്തിന് നമ്മുടെ മക്കൾക്ക് കുറവുണ്ടോ? വിദ്യാഭ്യാസത്തിന് കുറവില്ല. മറ്റെന്തെങ്കിലും സൗകര്യങ്ങൾക്ക് കുറവുണ്ടോ? ചെറ്റപ്പുരയിൽ ഓലമേഞ്ഞ കുടിലിൽ ഓടിട്ട വീട്ടിൽ താമസിച്ചിരുന്ന ഇന്നത്തെ നമ്മുടെ നാട്ടിലെ ജനത ഇന്ന് വളരെ ആധുനിക ആഡംബര വീടുകളിൽ താമസിക്കുകയാണ്. നമുക്ക് സഞ്ചരിക്കുവാൻ ആഡംബര വാഹനങ്ങളുണ്ട്. പക്ഷേ എന്നിട്ടും നമ്മുടെ നാട്ടിൽ മുൻപ് നിലനിരുന്ന സ്നേഹവും സൗഹാർദ്ദവും കരുണയും സ്നേഹവും സഹാനുഭൂതിയും ഒക്കെ നമുക്ക് എന്തുകൊണ്ടാണ് നിലനിർത്തുവാൻ സാധിക്കാത്തത്? കാലങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ ഒരു 10-30 വർഷം മുമ്പേ വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ ഈ ക്ഷേത്രത്തിൽ. ക്ഷേത്രം ഇങ്ങനെ ആവുന്നതിന് കുറേ കാലങ്ങൾക്ക് മുമ്പ്, ഒരു 30 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഞാനിവിടെ വരാറുള്ള ഒരാളാണ്. അതുകൊണ്ട് ഈ ക്ഷേത്രത്തെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഈ ക്ഷേത്രം എങ്ങനെയാണ് കിടന്നിരുന്നതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഒരു 10-50 വർഷങ്ങൾക്ക് മുമ്പിലേക്ക് നാം ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു 100 വർഷങ്ങൾക്ക് മുമ്പിലേക്ക് നാം ചിന്തിക്കുമ്പോൾ, നമ്മുടെ നാട്ടിൽ ഇവിടെ ഞാൻ അന്വേഷിച്ചപ്പോൾ 23ാമത് ഭാഗവത സപ്താഹമാണ് കഴിഞ്ഞത് എന്നാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. അല്ലേ? ശരിയല്ലേ? പൂർണ്ണാനന്ദ സ്വാമി പങ്കെടുത്ത കഴിഞ്ഞ സപ്താഹത്തോടു കൂടി 23ാമത് ശ്രീമദ് ഭാഗവത സപ്താഹം നടന്ന ക്ഷേത്രമാണ്. ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു, അത് പണി പൂർത്തിയായിരിക്കുകയാണ്. മറ്റു പണികൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. 100 വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ നാടിന്റെ ആധ്യാത്മിക പശ്ചാത്തലത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അന്തിത്തിരി കത്തിക്കുവാൻ പോലും നിവൃത്തിയില്ലാതിരുന്ന ക്ഷേത്രാങ്കണങ്ങൾ, ആധ്യാത്മിക പ്രബോധനങ്ങൾ നടക്കാതിരുന്ന ക്ഷേത്രാങ്കണങ്ങൾ, ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞങ്ങളും രാമായണ പാരായണങ്ങളും ഭഗവത്ഗീത ക്ലാസുകളും അതിന് ഹിന്ദുവിനെ ഉദ്ബോധിപ്പിക്കുവാൻ വേണ്ടിയുള്ള ആധ്യാത്മിക പ്രബോധനങ്ങൾ ഒന്നും തന്നെ നടക്കാതിരുന്ന 100 ആണ്ടുകൾക്ക് മുമ്പിലേക്കുള്ള ഹിന്ദുവിന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഹിന്ദുവിന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ നിങ്ങൾ സ്വയം തിരിച്ചറിയുക, ഏത് കാലഘട്ടത്തിലാണ് നമുക്ക് ജീവിക്കുവാൻ സുഖം? ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ് എന്തായിരുന്നു? ഇന്നലത്തെ ബ്രേക്കിംഗ് ന്യൂസ് എന്തായിരുന്നു? ബ്രേക്കിംഗ് ന്യൂസ് കുറെ അകലെയാണ് നിങ്ങളിരിക്കണേ. എനിക്കെപ്പോഴും അടുത്ത് ആളുകളിരിക്കുന്നതാണ് ഇഷ്ടം. സംസാരിക്കാനും നിങ്ങൾ കേൾക്കാനൊക്കെ എപ്പോഴും ഈ സ്റ്റാൻഡിനടുത്ത് ആളുകൾ വേണം. ഇന്നലത്തെ ബ്രേക്കിംഗ് ന്യൂസ് എന്തായിരുന്നു? ഒന്ന് ഉറക്കെ പറയാള്. എന്തായിരുന്നു ബ്രേക്കിംഗ് ന്യൂസ് ഇന്നലത്തെ? ഒരു ചെറുപ്പക്കാരൻ 6 പേരെ വെട്ടിക്കൊലപ്പെടുത്തി. ഒറ്റ ചെറുപ്പക്കാരൻ, 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ 6 പേരെ വെട്ടിക്കൊലപ്പെടുത്തി. ആയുസ്സിന്റെ വലുപ്പം കൊണ്ട് ആ ഉമ്മ എപ്പോഴും മരിച്ചിട്ടില്ല. 100 ആണ്ടുകൾക്ക് മുമ്പ് ഈ ആധ്യാത്മിക പ്രബോധനങ്ങളൊന്നും നിലനിൽക്കാതിരുന്ന കാലഘട്ടത്തിൽ എങ്ങനെയാണ് നമ്മുടെ നാട് ജീവിച്ചു പോയിരുന്നത്? എങ്ങനെയാണ്? 100 വർഷങ്ങൾക്ക് അപ്പുറത്തേക്ക് നിങ്ങൾ പോകണ്ട. ഒരു 25 വർഷങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മുടെ ഗ്രാമ്യ ജീവിതം നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ, നമ്മുടെ ഗ്രാമത്തിലെ ജീവിതം വിശകലനം ചെയ്യുമ്പോൾ, നമ്മുടെ നാട്ടിടവഴികളെ വിശകലനം ചെയ്യുമ്പോൾ, നമ്മുടെ ക്ഷേത്ര സങ്കേതങ്ങളെ നമ്മുടെ വയൽ വരമ്പുകളെ വിശകലനം ചെയ്യുമ്പോൾ നമ്മുടെ നാടിൻ്റെ ജീവിതത്തിൻ്റെ സൗകുമാര്യം, സൗന്ദര്യം ഇങ്ങനെയായിരുന്നോ? ആണോ? എത്രയോ ആധ്യാത്മിക പ്രബോധനങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ട് നമുക്കിടയിൽ ഇത്രയും അരാജകത്വം വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? ചിന്തിക്കേണ്ടതല്ലേ? ഈ അഫാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരു ഉമ്മയുടെ വയറ്റിലാണ് ജന്മം കൊണ്ടത്, ഒരു സ്ത്രീയുടെ വയറ്റിലാണ്. മതപരമായ ഏത് മതത്തിൽപ്പെട്ട ആളായിക്കോട്ടെ, പക്ഷെ അവന് ജന്മം നൽകിയത് ഒരു സ്ത്രീയാണ്. 9 മാസം 10 മാസക്കാലം അമ്മയുടെ ഉദരത്തിൽ കിടന്ന് അവൻ പുറത്തേക്ക് വന്ന് അവൻ അമ്മിഞ്ഞപ്പാൽ ഊറ്റി കുടിച്ചിരിക്കുന്ന സമയത്ത് അവൻ്റെ പുറത്ത് തലോടിക്കൊണ്ട് അവൻ്റെ ഉമ്മ അവന് പാടിക്കൊടുത്ത താരാട്ടുപാട്ടുകൾ ഒരിക്കലും ക്രൗര്യത്തിൻ്റെതാവാൻ സാധ്യതയില്ല. ആണോ? ഒരിക്കലും ക്രൗര്യത്തിൻ്റെതാവാൻ സാധ്യതയില്ല. ഒരിക്കലും. അവൻ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ വിരൽത്തുമ്പ് പിടിച്ച് അവനെ നടത്താൻ പഠിപ്പിച്ച അവൻ്റെ അച്ഛൻ അവന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് ഒരിക്കലും ഒരുപക്ഷെ പൂമ്പാറ്റകളെ ആയിരിക്കാം, വണ്ടുകളെ ആയിരിക്കാം, നല്ല പൂക്കളെ ആയിരിക്കാം, അങ്ങനെ നല്ലൊരു ലോകത്തെ ആയിരിക്കാം അവന് ജന്മം നൽകി അവൻ്റെ പിതാവ് അവന് കാണിച്ചു കൊടുത്തിട്ടുണ്ടാവുക.
അമ്മയുടെ വിരൽത്തുമ്പ് പിടിച്ചവൻ നടക്കാൻ ശ്രമിച്ചപ്പോൾ, അമ്മയുടെ മുലപ്പാൽ ഊറ്റി കുടിച്ചവൻ വളരുവാൻ ശ്രമിച്ചപ്പോൾ ഒക്കെ അവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക നന്മയുടെ നല്ല പാഠങ്ങളായിരിക്കും. ആ നന്മയുടെ നല്ല പാഠങ്ങൾ ചൊല്ലിപ്പിടിച്ച ചെറുപ്പക്കാരൻ നിർദാക്ഷിണ്യം വെറും 3 മണിക്കൂർ കൊണ്ട് 6 പേരെ കൊലക്കത്തിക്കിരയാക്കുവാൻ ഉള്ളൊരു മാനസികാവസ്ഥയിലെത്തിയതിനു ശേഷം അവൻ കുളിച്ച് കുട്ടപ്പനായി പെർഫ്യൂം അടിച്ച് അവൻ ഓട്ടോറിക്ഷയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവൻ മൊബൈൽ ഫോണിൽ ഗെയിം കളിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. മൊബൈൽ ഫോണിൽ ഗെയിം കളിക്കുകയായിരുന്നു. നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ ചെറുപ്പക്കാരുടെ മാനസികാവസ്ഥ എങ്ങനെയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ ക്രിസ്മസ് തലേന്ന് തൃശ്ശൂർ വടക്കുനാഥ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് 13 വയസ്സുള്ള ഒരു കുട്ടി 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ ഒറ്റക്കുത്തിനെ കൊലപ്പെടുത്തി. ഒറ്റ കുത്തി അവന് വേണ്ടി വന്നുള്ളൂ ഒരു 30 വയസ്സുകാരനെ കൊലപ്പെടുത്തുവാൻ. എന്തുകൊണ്ട്? ഇത്രയും ആധ്യാത്മിക പ്രബോധനങ്ങളും ഒരുപാട് കാര്യങ്ങളും ഉണ്ടായിട്ടും എന്തുകൊണ്ട് നമ്മുടെ സമൂഹം എങ്ങനെയായി പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നാം നമ്മുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങി വരേണ്ടതുണ്ട്. നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങളെക്കുറിച്ച് നാം പുനരവലോകനം ചെയ്യേണ്ടതുണ്ട്. അവിടെയാണ് ശിവകുടുംബത്തിൻ്റെ പ്രാധാന്യവും. ശിവകുടുംബത്തിൽ ആരൊക്കെ ജീവിക്കുന്നത്? ഒരു ഫാഷനുമില്ലാത്ത, സൗന്ദര്യബോധം തീരെയില്ലാത്തൊരച്ഛൻ ജീവിക്കുന്നു. അവിടെ സൗന്ദര്യവതിയായ ഒരമ്മയുണ്ട്. സൗന്ദര്യത്തിൻ്റെ അടയാളമാണ് പാർവതി ദേവി. ഒരു തരത്തിലുള്ള ഫാഷനുമില്ലാത്ത, ഒരു തരത്തിലുള്ള സൗന്ദര്യബോധവുമില്ലാത്ത, ജടാവൽക്കധാരിയായ, ചുടലഭസ്മം ധരിക്കുന്ന, പാമ്പിനെ ആഭരണമാക്കിയ ഒരു അച്ഛൻ. അവിടെ സൗന്ദര്യത്തിടമ്പായ പാർവതി ദേവി എല്ലാ ആടയാഭരണം കളഞ്ഞ് കൃത്യമായ സ്ത്രീ ആയി അവിടെ ജീവിക്കുന്നു. അവിടെ താമസിക്കുന്ന ആളുകളോ 2 മക്കളാണ് അല്ലേ? ഒന്നെന്താ പേരെന്താ? ഒരാളുടെ പേരെന്താ? പോരട്ടെ ഇങ്ങോട്ട്. ഒരാള് ഗണപതിയാണ്, മറ്റേയാളോ സുബ്രഹ്മണ്യനാണ്. ഇതാണ് ശിവകുടുംബം. ആ ശിവകുടുംബത്തിന്റെ വൈരുദ്ധ്യങ്ങൾ നീ തിരിച്ചറിയണം. ശിവകുടുംബത്തിൽ അച്ഛനെ കുറിച്ച് പറഞ്ഞു, അമ്മയെ കുറിച്ച് പറഞ്ഞു. മക്കളോ വളരെ വൈരുദ്ധ്യമാണ് മക്കൾ. അവരൊക്കെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ പരിശോധിച്ചാലോ, അച്ഛൻ്റെ വാഹനം എന്താണ്? നന്ദിയാണ്, കാളയാണ്. അമ്മയുടെ വാഹനമോ എന്താണ്? സിംഹമാണ്. ഇരയാകാൻ വിധിക്കപ്പെട്ട ആളുകളാണ് സിംഹത്തിന് മുമ്പിൽ ആര്? കാള. പക്ഷേ ഇരയെ ഇണയായി കരുതി സ്നേഹിച്ചുകൊണ്ട് അവർ സൗഹാർദ്ദമായി ജീവിക്കുന്ന ഇടമാണ് ശിവകുടുംബം. അപ്പുറത്ത് നോക്കുമ്പോഴോ ഗണപതി ആരുടെ പുറത്താണ് പോകുന്നത്? വലിയ തത്വങ്ങളുണ്ട് അതിന് പറയും. അതൊക്കെ ഇങ്ങനെ വിശദീകരിക്കാൻ സാധ്യമല്ല. മൂഷികന്റെ പുറത്താണ്, മൂഷികനാണ് വാഹനം. പക്ഷെ അപ്പുറത്ത് ഭഗവാന്റെ കഴുത്തിൽ കിടന്നാടുന്നത് എന്താണ്? സർപ്പമാണ്. സർപ്പത്തിന് ഇരയാവാൻ വിധിക്കപ്പെട്ട ആളാണ് മൂഷികൻ എന്നിരിക്കെ അവിടെ സർപ്പവും മൂഷികനും ഒരുമിച്ച് സൗഹാർദ്ദപരമായി ജീവിക്കുകയാണ്. അപ്പുറത്ത് സുബ്രഹ്മണ്യന്റെ വാഹനം എന്താണ്? മയിൽവാഹനനാണ്, ഷഠാനനാണ്, സർവ വേദങ്ങളുടെയും വിശാരദനാണ്, അറിവിന്റെ അധിഷ്ഠാന ദേവതയാണ് സുബ്രഹ്മണ്യൻ. പക്ഷെ സുബ്രഹ്മണ്യന്റെ വാഹനം മയിലാണ്. പക്ഷേ മയിലിന് ഇരയാവാൻ വിധിക്കപ്പെട്ടയാളാണ് ആര്? ഭഗവാന്റെ കഴുത്തിൽ കിടന്നാടുന്ന നാഗങ്ങൾ അഥവാ സർപ്പങ്ങൾ. പക്ഷേ ഇതിനെല്ലാത്തിനെയും സമന്വയിപ്പിച്ചുകൊണ്ട് വളരെ സന്തോഷമായി ജീവിക്കുന്ന ഒരു കുടുംബ സങ്കല്പമാണ് ശിവകുടുംബ സങ്കല്പം. വളരെയധികം വ്യാഖ്യാനിക്കേണ്ട വിഷയമാണ്. നമുക്ക് പിന്നീട് ഒരിക്കൽ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ ഈ ശിവകുടുംബത്തെ കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. പക്ഷെ ഈ ഒരു കുടുംബ സങ്കല്പം നമ്മുടെ മുമ്പിൽ മഹനീയമായി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ കുടുംബ സങ്കല്പം എങ്ങനെയാണ് പോകുന്നത്? എന്താണ്? അതുകൊണ്ട് അനുകരണീയമായ മാതൃകകൾ സൃഷ്ടിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. മക്കളുടെ മുമ്പിൽ അനുകരണീയമായ മാതൃകകൾ സൃഷ്ടിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? മക്കൾ ആരെയാണ് മാതൃകയായി കാണുന്നത്? ആരാണ്? നിങ്ങളൊക്കെ ചെറുപ്പത്തിൽ, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങളൊക്കെ കളിക്കുമ്പോൾ അനുകരിച്ചിരുന്ന 2 കഥാപാത്രങ്ങളുണ്ട്. ആരായിരിക്കും അത്? ചെറുപ്രായത്തിൽ, ബാല്യത്തിൽ നിങ്ങൾ കുടിൽ കെട്ടി കളിക്കുമ്പോൾ, വീട് കെട്ടി കളിക്കുമ്പോൾ, അച്ഛനും അമ്മയുമായി കളിക്കുമ്പോൾ, സ്കൂളായി കളിക്കുമ്പോൾ, ടീച്ചറായി കളിക്കുമ്പോൾ നിങ്ങൾ അനുകരിക്കുന്ന 2 കഥാപാത്രങ്ങളുണ്ട്. ആരാണ്? ഒന്ന്
ഒന്ന് അമ്മയാണ്, പ്രധാനമായിട്ട് അമ്മയാണ്. രണ്ടാമതാരാ? ടീച്ചറാണ്, അല്ലേ? ടീച്ചറെ പോലെ ആയി നിങ്ങൾ വേഷം കെട്ടി ചൂരിലും പിടിച്ച് കുട്ടികളെ നിങ്ങളുടെ വീട്ടിൽ പഠിപ്പിച്ചിട്ടില്ലേ? ചെറുപ്പത്തിൽ പഠിപ്പിച്ചിട്ടില്ലേ? അമ്മയെ പോലെ ചേലയുടുത്തുകൊണ്ട് അമ്മ മക്കൾക്ക് സന്തോഷത്തോടു കൂടി ആഹാരം വിളമ്പി കൊടുക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്കാലത്ത് അമ്മയായി കളിച്ചിട്ടില്ലേ? ടീച്ചറായി കളിച്ചിട്ടില്ലേ? എന്തുകൊണ്ട് ചെറുപ്രായത്തിൽ കുട്ടികൾ അച്ഛനെയും അമ്മയെയും ടീച്ചറെയും അനുകരിക്കുന്നു? ചെറുപ്രായത്തിൽ കുട്ടികളുടെ റോൾ മോഡൽ ഇവരാണ്. നമുക്ക് പിഴച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടികൾക്ക് വേണ്ട സമയത്ത് വേണ്ട പ്രായത്തിൽ നന്മയുടെ നല്ല പാഠങ്ങൾ ചൊല്ലിപ്പിടിപ്പിക്കുവാൻ നമ്മൾ മറന്നുപോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറന്നുപോവുകയാണ്, പല കാരണങ്ങൾ കൊണ്ട് മറന്നുപോവുകയാണ്. കുട്ടികളെ സംബന്ധിച്ച് 8 വയസ്സ് വരെ കുട്ടികളുടെ മൈൻഡ് എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫിക് മെമ്മറിയാണ്. എന്താ ഫോട്ടോഗ്രാഫിക് മെമ്മറി എന്ന് പറഞ്ഞാൽ? ഫോട്ടോഗ്രാഫിക് മെമ്മറി എന്ന് പറഞ്ഞാൽ കണ്ടതിനെ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മളിങ്ങനെ ചിരിച്ചു നിൽക്കുകയാണെങ്കിൽ ഫോട്ടോ ഇങ്ങനെ ക്ലിക്ക് ചെയ്തെന്ന് സംഭവിക്കും. നമ്മൾ കണ്ണടച്ചാണെങ്കിൽ കണ്ണടച്ച് തന്നെയാണ് ഫോട്ടോൻ്റെ കോപ്പി നമുക്ക് കിട്ടുക, അല്ലേ? ചിരിച്ചാണെങ്കിൽ ചിരിച്ചു കിട്ടും, ദുഃഖിച്ചാണെങ്കിൽ ദുഃഖിച്ച് കിട്ടും. ഫോട്ടോഗ്രാഫിക് മെമ്മറി എന്ന് പറഞ്ഞാൽ കണ്ടതിനെ അതേപടി ഒപ്പിയെടുക്കുക എന്നുള്ളതാണ്. 8 വയസ്സ് വരെ കുട്ടികളത് ചെയ്യും. 8 വയസ്സ് കഴിഞ്ഞാലോ? 8 വയസ്സ് കഴിഞ്ഞാൽ ഇതുപോലെ ഈ അമ്മയുടെ മടിയിലിരിക്കുന്ന പോലെ കുട്ടി ഇരിക്കുമോ? എത്ര വയസ്സായി മോൾക്ക്? എത്ര വയസ്സായി? 6 വയസ്സായി. 2 വയസ്സൂടെ ഇരിക്കുള്ളൂ. പിന്നെ ആ കുട്ടി ചിന്തിക്കാൻ തുടങ്ങും, ഞാൻ അമ്മയുടെ മടിയിൽ നിന്ന് എൻ്റെ മറ്റുള്ള കൂട്ടുകാർ എന്ത് വിചാരിക്കും എന്നെ കുറിച്ച്, ഞാൻ അങ്ങനെ ഇരിക്കുന്ന മോശം. നോക്കൂ, നിങ്ങളുടെ കുട്ടികളെ മടിയിലിരിക്കുന്ന ആൾക്കാരെയൊക്കെ പ്രായം നോക്കൂ. 8 വയസ്സോ 10 വയസ്സിന് മാറി നിൽക്കാൻ തയ്യാറാവും. അവൻ സമൂഹത്തെ നോക്കിക്കാണാൻ തയ്യാറാവും. അത് 8 വയസ്സിനുള്ളിൽ കുട്ടികളുടെ ഉള്ളിൽ ധർമ്മത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, കരുണയുടെ, സഹാനുഭൂതിയുടെ, പരസ്പര വിശ്വാസത്തിൻ്റെ, നന്മയുടെ നല്ല പാഠങ്ങൾ ചൊല്ലിപ്പഠിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. സ്വാമി വിവേകാനന്ദനായി മാറുന്നതിന് മുമ്പ് അദ്ദേഹം നരേന്ദ്രൻ എന്നായിരുന്നു പൂർവാശ്രമത്തിൻ്റെ പേര്. നമുക്ക് എല്ലാവർക്കും അറിയാം. നരേന്ദ്രൻ സ്കൂളിൽ പഠിക്കാൻ സമർത്ഥനായ വിദ്യാർത്ഥിയായിരുന്നു നരേന്ദ്രൻ. ആ നരേന്ദ്രൻ സമർത്ഥനായ വിദ്യാർത്ഥി പഠിക്കുന്ന സമയത്ത് ഒരിക്കലൊരു ദിവസം സ്കൂളിലെ അധ്യാപകൻ നിങ്ങളോടൊക്കെ ചോദിച്ചതുപോലെ തന്നെ നരേന്ദ്രനോട് ചോദിച്ചു, ഭാവിയിൽ നിങ്ങൾക്കാരായിത്തീരണമെന്ന്. എല്ലാ കുട്ടികളും ആവേശത്തോടു കൂടി എഴുന്നേറ്റ് പറഞ്ഞു, എനിക്ക് ഡോക്ടറാവണം, എഞ്ചിനീയർ ആവണം, വക്കീലാവണം, പോലീസാവണം, പട്ടാളമാവണം, അങ്ങനെ പലതും പറഞ്ഞു. ക്ലാസ്സിലെ പഠിക്കുവാൻ സമർത്ഥനായ മിടുക്കൻ്റെ ഊഴം ഏറ്റവും അവസാനത്തേതായിരുന്നു. ഏറ്റവും അവസാനത്തെ ഊഴത്തിന് അർഹനായിട്ടുള്ള നരേന്ദ്രനോട് അധ്യാപകൻ ചോദിച്ചു, നരേന്ദ്രൻ നിനക്കാരായിത്തീരണം ചോദിച്ചു. നരേന്ദ്രൻ ചാടി എഴുന്നേറ്റോട് പറഞ്ഞു, നിങ്ങൾക്കറിയാം, അറിയില്ലേ അതൊക്കെ? എന്തു പറഞ്ഞു നരേന്ദ്രൻ? എനിക്ക് ഒരു കുതിരവണ്ടിക്കാരനാണെന്ന് പറഞ്ഞു. ക്ലാസ്സിൽ സമർത്ഥനായ വിദ്യാർത്ഥി നിങ്ങളുടെ അമ്മയോട് നിങ്ങളോടൊന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ? 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയ കുട്ടി, +2 ഫുൾ A+ പ്രതീക്ഷിച്ചിരിക്കുന്ന എൻ്റെ മകൻ അച്ഛൻ്റെ മുമ്പിൽ വന്ന് പറയുകയാണ്, അമ്മയുടെ മുമ്പിൽ വന്ന് എനിക്ക് ഒരു കുതിരവണ്ടിക്കാരനാവണം. അന്ന് അവൻ്റെ മണ്ടക്കിട്ട് അപ്പ കിഴക്കും അമ്മ. അല്ലേ? ശരിയല്ലേ? നിന്നെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കും. എനിക്കൊരു ചിത്രകാരനാവണമെന്ന് ആഗ്രഹമുള്ള കുട്ടിയോട് അമ്മ പറയും, നീ ചിത്രകാരനല്ല ആവേണ്ടത്, നീ ഡോക്ടറാണ് ആവേണ്ടത്. കാരണം എൻ്റെ സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ സിമ്പിൾ നിന്റെ പേരിൻ്റെ മുമ്പിൽ ഡോക്ടർ എന്ന് എഴുതുന്നതാണ്. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ സിമ്പിൾ എൻ്റെ മകൻ്റെ പേരിൻ്റെ കൂടെ ഡോക്ടർ എന്ന് എഴുതി ചേർക്കുന്നതാണ്. അതുകൊണ്ട് നീ ഡോക്ടറായേ പറ്റൂ, എനിക്ക് നിർബന്ധമാണ്. പക്ഷെ നരേന്ദ്രൻ പറഞ്ഞു, എനിക്ക് കുതിരവണ്ടിക്കാരൻ. ക്ലാസ്സിൽ അധ്യാപകൻ ഇവനെ വഴക്ക് പറഞ്ഞു, ശാസിച്ചു, ശകാരിച്ചു. കരഞ്ഞു വീർത്ത കവിൾത്തടങ്ങളുമായി നരേന്ദ്രൻ അങ്ങനെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരികയാണ്. കരഞ്ഞു തീർത്ത കവിൾത്തടങ്ങളുമായി നരേന്ദ്രൻ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ പൂമുഖപ്പടിയിൽ ഒരാൾ അവനെ കാത്തിരിപ്പുണ്ട്. ആരായിരിക്കും? നരേന്ദ്രൻ്റെ അമ്മ കാത്തിരിക്കുന്നുണ്ട്. ഇന്നും സ്കൂൾ വാഹനങ്ങൾ വരുമ്പോൾ അമ്മമാർ കാത്തു നിൽക്കാറുണ്ടല്ലേ? സ്കൂളിൽ വാഹനം വരുമ്പോൾ ചില മാവിൻ്റെ ചോട്ടിൽ, ചില ബസ് സ്റ്റോപ്പിലൊക്കെ 2-4 അമ്മമാർ, ന്യൂ ജനറേഷൻ അമ്മമാർ ചുരിദാറൊക്കെ ഇട്ട് കുട്ടികളെ സ്വീകരിക്കുവാൻ വേണ്ടി കാത്തു നിൽക്കാറുണ്ട്.
ഒരു ടെസ്റ്റ് നടന്ന ദിവസമാണ് ഈ കുട്ടി ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ അവൻ്റെ ബാഗ് തട്ടിപ്പറിച്ച് വാങ്ങിച്ച് അതിൻ്റെ ടെസ്റ്റ് റിസൾട്ട് നോക്കി അവൻ്റെ ചെവി പിടിച്ച് തിരിച്ച് അവനെ വീട്ടിലെത്തുന്നത് വരെ ദ്രോഹിച്ച് അവനെ പ്രാഗി പണ്ടാരമടങ്ങി നീ അപ്പുറത്തെ കേശുവിൻ്റെ മോനെ കണ്ട് പഠിക്കടാ മണ്ട എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവന് വീട്ടിലേക്ക് കൊണ്ടുവരിക. പക്ഷെ കരഞ്ഞു വീർത്ത കവിൾത്തടങ്ങളുമായി നടന്നു വരുന്ന നരേന്ദ്രനെ കണ്ട നരേന്ദ്രൻ്റെ അമ്മ ആശ്ചര്യത്തോടെ അടുത്തേക്ക് ഓടിച്ചെന്നവനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ മൂർധാവിൽ ഒരു ഉമ്മ വെച്ചു എന്നുള്ളതാണ്. നിങ്ങളുടെ കുട്ടിക്ക് 10ാം ക്ലാസ്സിൽ ഒരു 3 വിഷയത്തിൽ A+ കുറഞ്ഞു പോയാൽ, അല്ലെങ്കിൽ ഒരു A+ കിട്ടാത്തൊരു മകനാണെങ്കിൽ നിങ്ങൾ അവനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ മൂർധാവിൽ ചുംബിക്കുമോ? ചുംബിച്ച അമ്മമാരുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? എൻ്റെ മകൻ A+ പ്രതീക്ഷിച്ച് കിട്ടിയില്ല, എന്നാൽ ഇരിക്കട്ടെ നിനക്കൊരു ഉമ്മ എന്ന് പറഞ്ഞ മകനെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ച് അവൻ്റെ മൂർധാവിൽ ഉമ്മ വെച്ച അമ്മമാരുണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കേ. ആരെങ്കിലും ഉണ്ടാ? ഒന്ന് അമ്മ കൈവയ്ക്കിയതാണോ അതോ പേന്റ് പറഞ്ഞാണോ? കൈവയ്ക്കിയതാണോ? കെട്ടിപ്പിടിച്ച് വെച്ചത്? എന്തായാലും അമ്മയ്ക്കൊരു കൈയടി ഇരിക്കട്ടെ. നരേന്ദ്രൻ പറഞ്ഞു, എന്താ മോനെ നിന്റെ മുഖം വിളറിയെന്ന് ചോദിച്ചപ്പോൾ നരേന്ദ്രൻ പറഞ്ഞു, അമ്മേ ഇന്ന് എൻ്റെ ക്ലാസ് മുറിയിൽ വെച്ച് എൻ്റെ അധ്യാപകൻ എന്നോട് ചോദിച്ചു എനിക്ക് ആരായിത്തീരണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു കുതിരവണ്ടിക്കാരനായിത്തീരണം അമ്മേ. കുതിരവണ്ടിക്കാരൻ. എന്തുകൊണ്ടാണ് കുതിരവണ്ടിക്കാരനായിത്തീരണമെന്ന് നരേന്ദ്രൻ ആഗ്രഹിച്ചത്? എന്തുകൊണ്ടാണ്? കൽക്കത്തയിലെ തെരുവോരങ്ങളിൽ വലിയ സമ്പന്നരായ വ്യക്തികളെ ചവിട്ടിക്കൊണ്ടുപോകുന്ന സൈക്കിൾ റിക്ഷ പോലുള്ള വണ്ടികൾ കണ്ടുകൊണ്ട്, കുതിരവണ്ടി കൊണ്ട്, അതുപോലെ എനിക്ക് മറ്റൊരു സേവിക്കണമെന്ന ആഗ്രഹം കൊണ്ടാണ് അത്രയും അവൻ കുതിരവണ്ടിക്കാരനാണെന്ന് പറഞ്ഞത്. ചെറുപ്രായത്തിലെ ബാല്യത്തിലെ സ്വപ്നങ്ങളല്ലേ. അവൻ്റെ അമ്മ അവനെ കെട്ടിപ്പിടിച്ച് മൂർധാവിൽ ഉമ്മ വെച്ചിട്ട് പറഞ്ഞു, മോനെ നീ പോയി കയ്യും കാലും മുഖമൊക്കെ കഴുകുക. അമ്മ വഴക്ക് പറഞ്ഞില്ല എന്ന് ഓർത്തപ്പോൾ അവന് വലിയ സന്തോഷമായിട്ടോ. അങ്ങനെ തന്നെയല്ലേ കുട്ടികൾക്ക്? പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ ഏത് പേപ്പർ ഏറ്റവും മുകളിൽ വയ്ക്കുക കുട്ടികൾ? ഏറ്റവും കൂടുതൽ ഞാനും ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു, ഏറ്റവും കൂടുതൽ മാർക്കുള്ള പേപ്പറാണ് ഏറ്റവും മുകളിൽ വയ്ക്കുക. അപ്പോൾ അമ്മ വഴക്ക് പറഞ്ഞില്ലെന്ന സമയത്ത് നരൻ സന്തോഷമായി. അവൻ തുള്ളിച്ചാടി കയ്യും കാലും മുഖമൊക്കെ കഴുകി ഓടി തിരിച്ചു വന്നപ്പോൾ അവൻ്റെ തോളിൽ കൈയിട്ട് കൊണ്ട് നരേന്ദ്രൻ്റെ അമ്മ അവനെ പൂജാമുറിയിലേക്ക് കയറ്റി നിർത്തി. അവിടെ 5 തിരിയിട്ട് കത്തിച്ച് വെച്ച നിലവിളക്കിൻ്റെ മുമ്പിലേക്ക് നരേന്ദ്രൻ്റെ അമ്മ കയറ്റി നിർത്തി. എന്നിട്ട് പറഞ്ഞു, നിനക്ക് കുതിരവണ്ടിക്കാരനാകണം എന്നാണ് ആഗ്രഹമെങ്കിൽ നീ കുതിരവണ്ടിക്കാരൻ തന്നെയാവണം. എന്താ പറഞ്ഞത്? നിനക്ക് കുതിരവണ്ടിക്കാരനാകണം എന്നാണ് ആഗ്രഹമെങ്കിൽ നീ കുതിരവണ്ടിക്കാരൻ തന്നെയാവണം. നോ ഡൗട്ട്, അത് ആയേ പറ്റൂ. എന്നിട്ട് ക്ലോസ് വെച്ചു അമ്മ. എന്തായിരുന്നു ക്ലോസ്? പക്ഷേ നീ ഇതുപോലത്തെ കുതിരവണ്ടിക്കാരനാവണമെന്ന് പറഞ്ഞു. ഏതുപോലത്തെ? നീ ഇതുപോലത്തെ കുതിരവണ്ടിക്കാരനാവണമെന്ന് പറഞ്ഞു. ഏതുപോലത്തെ കുതിരവണ്ടിക്കാരൻ? ഇതുപോലത്തെ കുതിരവണ്ടിക്കാരനാവണമെന്ന് പറഞ്ഞു. പാർത്ഥസാരഥിയായ ധർമ്മരഥം തെളിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഛായാചിത്രം ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് അവൻ്റെ അമ്മ പറഞ്ഞു, നീ ഇതുപോലത്തെ കുതിരവണ്ടിക്കാരനാവണമെന്നോ. നോക്കൂ, ഒരു അമ്മയുടെ വാക്കുകൾ അച്ചട്ടാവുന്ന തരത്തിൽ ആ മകൻ്റെ ജീവിതം എത്രയോ സാർത്ഥകമായ ജീവിതമായി ഭാവിയിൽ പരിണമിച്ച് സനാതന ധർമ്മത്തിൻ്റെ വിശ്വപ്രചാരകനായി നരേന്ദ്രൻ സ്വാമി വിവേകാനന്ദനായി പരിണമിച്ചുകൊണ്ട് സനാതന ധർമ്മത്തിൻ്റെ മൂല്യങ്ങൾ ലോക ജനതയ്ക്ക് പകർന്നു കൊടുത്ത് ഒരു വിശ്വസഞ്ചാരിയായ ഒരു മകനായി നരേന്ദ്രൻ അമ്മയുടെ വാക്കുകളെ സാർത്ഥകമാക്കി മുന്നോട്ട് പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ കൈകളിലേക്ക് ഭഗവാൻ കനിഞ്ഞെടുത്തിരുന്ന പിഞ്ചു മക്കളെ ഈ നാടിൻ്റെ ഉന്നമനത്തിനു വേണ്ടി, ഈ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉത്തമനായൊരു കുട്ടിയായി വളർത്തേണ്ട ധാർമ്മിക ഉത്തരവാദിത്വം മാതാപിതാക്കളിലാണ്, പ്രത്യേകിച്ച് അമ്മമാരിലാണ്. ഇന്ന് ആ ഒരു സ്നേഹവും സന്തോഷവും സമന്വയവും നമ്മുടെ വീടുകളിലുണ്ടോ? ഭർത്താവിനൊരു മൊബൈൽ കോർണർ, ഭാര്യയ്ക്ക് വേറൊരു മൊബൈൽ കോർണർ. ഭർത്താവിൻ്റെ മൊബൈലിൽ ലോക്ക് ഭാര്യയ്ക്ക് അറിയില്ല. അറിയോ? ഭർത്താവിൻ്റെ മൊബൈലിൽ ലോക്ക് ഭാര്യയ്ക്ക് അറിയോ? സ്വന്തം ഭർത്താവിൻ്റെ മൊബൈലിൻ്റെ ലോക്ക് അറിയാവുന്ന എത്ര ഭാര്യമാരുണ്ട് നമ്മുടെ നാട്ടിൽ?
സ്വന്തം ഭാര്യയുടെ മൊബൈലിൻ്റെ ലോക്ക് അറിയുന്ന എത്ര ഭർത്താക്കന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ? സത്യമായിട്ട് പറയണം, കുറവാണ്. ഭാര്യയുടെ മൊബൈൽ ഫോണിൻ്റെ ലോക്ക് മാറ്റാൻ ഭർത്താവിന് അറിയില്ല. ഭർത്താവിൻ്റെ മൊബൈൽ ഫോണിൻ്റെ ലോക്ക് മാറ്റാൻ ഭാര്യയ്ക്കറിയില്ല. എല്ലാവരും ഒരു മൊബൈൽ കോർണറിൻ്റെ ലോകത്തിലെ വീട്ടിലേക്ക് മാറിയിരിക്കുകയാണ്. ലോക്കില്ലാത്ത മൊബൈൽ ഫോൺ വീടിൻ്റെ ഒരു മേശപ്പുറത്ത് വെച്ച് സ്വസ്ഥമായി മാറിയിരിക്കുവാൻ ചെങ്കൂറ്റമുള്ള ഭാര്യ ഭർത്താക്കന്മാരൊന്നും കേരളത്തിലുണ്ടാവും? ഉണ്ടാവും, പക്ഷെ കുറവാണ്. എൻ്റെ മൊബൈൽ ഫോൺ ലോക്ക് നീക്കിക്കൊണ്ട് പൊതുവായൊരിടത്ത് അച്ഛൻ്റെയും മകൻ്റെയും ഭാര്യയുടെയും മറ്റുള്ളവരുടെയും എല്ലാവരുടെയും മൊബൈൽ ഫോണുകൾ ഒരു ടേബിളിൽ വെക്കട്ടെ. അച്ഛന് വരുന്ന ഫോൺ ഭാര്യ അറ്റൻഡ് ചെയ്യട്ടെ, ഭാര്യയ്ക്ക് വരുന്ന ഫോൺ ഭർത്താവ് അറ്റൻഡ് ചെയ്യട്ടെ. ബോധപൂർവമല്ല, എടുക്കേണ്ടി വന്നാൽ എടുക്കട്ടെ, പക്ഷെ ഇത് എടുക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ടാണ്? എങ്കിലും മൊബൈൽ കോർണറുകൾ ആയി നമ്മുടെ വീടുകൾ മാറിയിരിക്കും. വീടിനകത്തെ സ്നേഹവും സന്തോഷവും വ്യത്യസ്ത സ്വഭാവ രൂപീകരണങ്ങളുള്ള ആളുകളുടെ ആ ഒരു കൂടിച്ചേരൽ നമ്മുടെ വീട്ടിലില്ല. പാർവതിയും പരമശിവനും ഇത്രയും വൈരുദ്ധ്യങ്ങളുള്ള ആളുകൾ സന്തോഷത്തോടെയാണ് ജീവിച്ചിരുന്നത്. അവർ വഴക്ക് കൂടാറുണ്ടോ വെച്ചാൽ വഴക്ക് കൂടിയിട്ടുണ്ട്. ഒരിക്കൽ ഗണപതിയുടെ കൊമ്പ് മുറിച്ചു. ആരാ മുറിച്ചേ? പരശുരാമൻ മുറിച്ചു അല്ലേ? ആ മുറിവേറ്റ കൊമ്പുമായി ചോര ഒലിപ്പിച്ചെന്ന് ഗണപതിയെ കണ്ടപ്പോൾ പാർവതിക്ക് സഹിച്ചില്ല. പാർവതി ശകാര വർഷം ചൊരിഞ്ഞു, ശിവനോട് ശകാരിച്ചു. വലിയൊരു ശ്ലോകം തന്നെയുണ്ട്, അത് നോക്കി വായിക്കേണ്ടതാണ്, എടുത്ത് കാണാൻ പറ്റില്ല. വലിയ ശ്ലോകം തന്നെയുണ്ട്, ഒരു 10-12 വരിയുള്ള ശ്ലോകമുണ്ട്. വലിയ ശകാരം നടത്തി ശിവനോട്. ശിവനൊന്നും മിണ്ടിയില്ല, ഒരക്ഷരം മിണ്ടിയില്ല. മിണ്ടാതെ അങ്ങനെ ഇരുന്നു ശിവൻ. പാർവതി കത്തിജ്വലിച്ച് തീക്ഷ്ണമായ കണ്ണുകളോടുകൂടി ഭഗവാനെ ചീത്ത വിളിച്ചപ്പോൾ ശിവൻ നിശബ്ദനായി മൗനിയായി ഇരുന്നു. പാർവതിയുടെ കോപമൊന്ന് ആറി തണുത്തപ്പോൾ ശിവൻ പറഞ്ഞു, നമുക്ക് മക്കൾ 3 ഭൃഗുവംശത്തിൽ പിറന്ന ജമദഗ്നിയുടെ പുത്രൻ പരശുരാമൻ എൻ്റെ ശിഷ്യനല്ലേ? ശിഷ്യനെ മകനായല്ലേ കാണേണ്ടത്? അത് മക്കൾ തമ്മിൽ എന്തെങ്കിലും കടവ് കാട്ടിയാൽ എന്തിനാണ് ഇത്രയും കോപിക്കുന്നത്? ശ്രീമതി മക്കൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായി കഴിഞ്ഞാൽ, കുസൃതി കാണിച്ചാൽ ഇത്രയധികം കോപിക്കുന്നത് എന്തിനാണ്? പാർവതി പരമേശ്വരന് ക്ഷമായാചന നടത്തിയെന്നാണ് പറയുന്നത്. അപ്പം ചെറിയ വാക്കുകൾക്ക് പോലും സംയമനം കൈവിടാതിരിക്കുവാനുള്ള ശേഷി നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 37% ഡിവോഴ്സ് നടക്കുന്ന സംസ്ഥാനമാണ് കേരളം. എത്ര ശതമാനം? 100 പേർ വിവാഹിതരാകുമ്പോൾ 37 പേർ വിവാഹമോചനം നേടുന്ന സംസ്ഥാനമാണ് കേരളം. കണക്കാണ്, സർക്കാരിൻ്റെ കണക്കാണ്, എൻ്റെ കണക്കല്ല. പിന്നെ ഒരു കണക്ക് വരുന്നുണ്ട്, അവശേഷിക്കുന്ന 63% ആളുകളിൽ 40% പേരും ജീവിക്കുന്നത് പെട്ടുപോയില്ലേ എന്ന് കരുതിയിട്ടാണ്. പെട്ടുപോയില്ലേ, 2 കുട്ടിയായില്ലേ, ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? ഇഷ്ടത്തോടു കൂടിയല്ല, ഇഷ്ടത്തോടു കൂടി ജീവിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. ഈ ഇഷ്ടക്കേട് ഉള്ളത് കൊണ്ട് തന്നെ വീട്ടിലെ ജീവിത സാഹചര്യം വളരെ വലിയ വശമാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് നല്ലപോലെ ചിരിച്ചു സംസാരിക്കുന്ന അച്ഛനും അമ്മയും സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന കുടുംബങ്ങളെ കാണാൻ സാധ്യമാണോ? മക്കൾ എന്താണ് കാണേണ്ടത് വീട്ടിൽ? എന്നും ശണ്ട കൂടുന്ന അച്ഛനെയും അമ്മയാണോ? എന്നും വഴക്ക് കൂടുന്ന അച്ഛനെയും അമ്മയാണോ? സ്നേഹത്തോടെ പരിദേവനങ്ങളില്ലാതെ കഷ്ടപ്പാടിലും ദാരിദ്ര്യത്തിലും സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന മാതാപിതാക്കളെ കണ്ടു വളരുന്ന മക്കൾ ഒരിക്കലും 30 വയസ്സുകാരൻ്റെ നെഞ്ചിലേക്ക് മുനയേറിയ കത്തി കുത്തിയിറക്കുവാനൊന്നും സാധ്യമല്ല. ഒരിക്കലും സാധ്യമല്ല. നമ്മുടെ വീടുകൾ മനോഹരമായി തീർക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ആധ്യാത്മിക പ്രബോധനങ്ങൾ ഉണ്ടാവുന്നതിന് കാലങ്ങൾക്ക് മുമ്പേ നമ്മുടെ നാട്ടിൽ ഈ നന്മയുണ്ടായിരുന്നു, ഈ സ്നേഹമുണ്ടായിരുന്നു, സഹാനുഭൂതിയുണ്ടായിരുന്നു, ദയയുണ്ടായിരുന്നു, കരുണയുണ്ടായിരുന്നു, വാത്സല്യമുണ്ടായിരുന്നു, ജീവിതത്തിൽ പവിത്രതയുണ്ടായിരുന്നു.
പവിത്രത ഉണ്ടായിരുന്നു ജീവിതത്തിൽ. ദാമ്പത്യ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ പവിത്രത ഉണ്ടായിരുന്നു. ഞാനതാണ് മൊബൈൽ ഫോണിന്റെ ലോക്കിനെ കുറിച്ച് പറഞ്ഞത്. ദാമ്പത്യ ജീവിതത്തിലെ പവിത്രതയ്ക്ക് കോട്ടം തട്ടിയ സമയത്ത്, നമ്മുടെ വീട്ടിലെ ചുറ്റുപാടുകൾക്ക് കോട്ടം തട്ടിയ സമയത്ത് മക്കളുടെ മനസ്സിൽ തെറ്റായ ചിന്തകൾ വളരുകയാണ്. അതുകൊണ്ട് റോൾ മോഡലായി ശിവനും പാർവതിയും സുബ്രഹ്മണ്യന്റെയും ഗണപതിയുടെ മുമ്പിൽ എങ്ങനെയാണോ ജീവിച്ചത്, അതുപോലെ റോൾ മോഡലായി മാതാപിതാക്കൾക്ക് നമ്മുടെ കുടുംബത്തിൽ ജീവിക്കുവാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ കുടുംബങ്ങളിലെ ആധ്യാത്മിക പ്രബോധനങ്ങൾ എന്തൊക്കെയാണ്? പുലർക്കാലങ്ങളിൽ ഉണർന്നെണീറ്റ് മുറ്റവും അകവും അടിച്ചുവാരി വൃത്തിയാക്കി കുളി കഴിഞ്ഞ് ഈറനുടുത്ത് പൂജാമുറിയിൽ കയറി ഭഗവാന്റെ മുമ്പിൽ വിളക്ക് വെച്ച് നാമം ചൊല്ലി സുഗന്ധപൂരിതമായ ഒരു പുലർക്കാലത്തിലേക്ക് മക്കളെ വിളിച്ചുണർത്തുന്ന എത്ര അമ്മമാർ നമ്മുടെ വീട്ടിലുണ്ട്? എത്ര അമ്മമാരുണ്ട്? കൗസല്യ സുപ്രജ രാമ എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ട് കേൾക്കാറില്ലേ? ഇന്നമ്പലത്തിലെ പാട്ടുണ്ടോ? ഇന്നമ്പലത്തിലെ പാട്ട് കേൾക്കൽ കുറവാണ്. ഉത്തിഷ്ഠ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ട് അല്ലേ, ഒരു സുപ്രഭാത ഗീതം സുബ്ബലക്ഷ്മിയുടെ. അപ്പോ മക്കൾ ഉണരുന്നതിന് മുമ്പ് ഉണർന്നെഴുന്നേറ്റ് ചീകിക്കെട്ടിയ മുടിയുമായി മുറ്റവും മകവും അടിച്ചു വൃത്തിയാക്കി കുളിച്ച് വൃത്തിയായി ഈറനൊടുത്ത് പൂജാമുറിയിൽ കയറി ഭഗവാന്റെ മുമ്പിൽ വിളക്ക് വെച്ച് സുഗന്ധപൂരിതമായ ഒരു പുലർക്കാലത്തിലേക്ക് മക്കളെ വിളിച്ചുണർത്തുവാൻ നമുക്ക് എന്ന് സാധിക്കാതെ വന്നുവോ അന്നു മുതൽ